മകുട സിംഹാസന വിരൂപാക്ഷ കരുണാകര മന്ദാര കുസുമാകര മകരന്ദം വാസിതോവ. സംഘകാല കൃതികളിൽ നിന്ന് പുറത്തു വന്നാൽ നമുക്ക് ഇന്ത്യൻ സംഗീതത്തെക്കുറിച്ച് തന്നെ ലഭ്യമായ ഏറ്റവും പുരാതനമായ ലിഖിതത്തിലേക്ക് എത്താനാവും. ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. തെന്നിന്ത്യൻ സംഗീതമെന്നോ കർണാടക സംഗീതമെന്നോ അല്ല, ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പഴയ സംഗീത നൊട്ടേഷൻ്റെ ശിലാലിഖിതം. അത് ലഭിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ പുതുക്കോട്ടെ ജില്ലയിലുള്ള കുടുമിയാർ മലൈ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. കുടുമിയാർ മലൈ എന്ന് പറയുന്നത് ഒരു കേവ്, ഒരു ഗുഹയടങ്ങുന്ന ഒരു ചെറിയ മലയാണ്. അതിനകത്ത് അനവധി ചെറിയ മണ്ഡപങ്ങൾ കാണാൻ പറ്റും. ഒരു കേവിനകത്ത് നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം കാണാനാവും. അവിടെയാണ് ഇന്നുവരെ ഇന്ത്യയിൽ ലഭിച്ച ഏറ്റവും പുരാതനമായ സംഗീത നൊട്ടേഷൻ്റെ ഒരു ശിലാലിഖിതം നമ്മൾ കാണുന്നത്. ഈ ശിലാലിഖിതത്തിൻ്റെ പഴക്കം എത്രയാണ്? ഇതിനെക്കുറിച്ചിട്ട് നടന്നിരിക്കുന്ന ചരിത്ര ഗവേഷണം ഒന്ന് സൂചിപ്പിച്ചാൽ, കൊളോണിയൽ ചരിത്രകാരന്മാർ ഇന്ത്യയുടെ പഴയ ചരിത്രത്തെക്കുറിച്ച്, ഇന്ത്യയുടെ പഴയ കലാചരിത്രത്തെക്കുറിച്ചൊക്കെയുള്ള അന്വേഷണം നടക്കുന്ന ഒരു പീരീഡിനെയാണ് നമ്മൾ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്. 1904, 1910, 1920 വരെയുള്ള ഘട്ടം അതിൻ്റെ വളരെ സജീവമായൊരു ഘട്ടമായിരുന്നു. ആ ഘട്ടത്തിൽ 1904 ആ കൊളോണിയൽ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് കൃഷ്ണശാസ്ത്രി എന്ന് പറയുന്ന ഒരു സംഗീത ചരിത്രകാരൻ ആദ്യമായിട്ട് ഇത് ശ്രദ്ധിക്കുന്നത്. ഒരു നൊട്ടേഷൻ്റെ സ്വഭാവമുള്ളൊരു സാധനം, ഒരു ഗണപതിയുടെ ശില്പമുണ്ട്, അതിൻ്റെ രണ്ട് വശത്തുമായിട്ട് കുടുമയാർ മലയിൽ കാണാനുണ്ട് എന്നുള്ളൊരു കാര്യം. തുടർന്ന് ആ സമയത്ത് PR ഭണ്ഡാർക്കർ എപ്പിഗ്രാഫിയ ഇൻഡിക്ക തയ്യാറാക്കുന്ന സമയമാണ്. എപ്പിഗ്രാഫിയ ഇൻഡിക്ക എന്ന് പറയുന്നത് ഇന്ത്യയിലെമ്പാടുമുള്ള ഇൻസ്ക്രിപ്ഷൻസിൻ്റെ ഒരു വലിയ രേഖ കൂടിയായിരുന്നു, എപ്പിക്സിനെ മുൻനിർത്തിക്കൊണ്ട്. അതിൻ്റെ വാള്യം 21 കൃഷ്ണശാസ്ത്രിയുടെ കണ്ടെത്തൽ ഒരു സൂചനയായിട്ട് ഉൾപ്പെടുത്തപ്പെട്ടു. ആ സൂചന വന്നതിന് ശേഷമാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ICHR 1970 എത്തുമ്പോൾ ഈ രാജവംശ ലിഖിതങ്ങളുടെ ഒരു സമാഹരണം നടത്തുന്നത്. വിവിധ രാജവംശങ്ങളുടെ ലിഖിതങ്ങൾ അവർ സമാഹരിക്കുന്നു. അപ്പോൾ ഡോക്ടർ മഹാലിംഗമാണ് ഈ പല്ലവ രാജവംശ രേഖകളുടെ ഒരു സമാഹരണം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നടന്ന അന്വേഷണത്തിലാണ് കൂടുതൽ വ്യക്തമായി ഈ കുടുമയാർ മലൈ റിസൾട്ട്സ് പുറത്തു വരുന്നത്. നിലവിലുള്ള ഡേറ്റിംഗ് അനുസരിച്ച് 8ാം നൂറ്റാണ്ടാണ്, AD 8ാം നൂറ്റാണ്ടാണ് കുടുമയാർ മലൈ ശിലാലിഖിതങ്ങളുടെ കാലം. 8ഓ 9ഓ ആവാം, ഓൾമോസ്റ്റ് 8 to 9 എന്ന ഘട്ടമാണ്. ആ ഘട്ടത്തിൽ നമുക്ക് ഹിന്ദുസ്ഥാനി സംഗീതം, കർണാടക സംഗീതമെന്നോ വടക്കേ ഇന്ത്യൻ സംഗീതമെന്നോ തെക്കേ ഇന്ത്യൻ സംഗീതമെന്നോ പറയാവുന്ന രണ്ട് സംഗീത ശാഖകളേ ഇല്ല. ഇനി അവയ്ക്ക് തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അതിനെക്കുറിച്ച് നമ്മുടെ മുന്നിൽ യാതൊരു തെളിവുകളുമില്ല. അത്തരം തെളിവുകൾ നമുക്ക് കിട്ടുന്നത് അതിനും ഒരു 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം 11, 12 നൂറ്റാണ്ടുകൾ എത്തുമ്പോൾ വരുന്ന സംഗീത രത്നാകരം എന്ന് പറയുന്ന ശാർംഗദേവൻ്റെ പ്രസിദ്ധമായ ഒരു കൃതി വരുന്നതോട് കൂടിയിട്ടാണ് ദ്രുപദ് എന്ന ഹിന്ദുസ്ഥാനി സംഗീത ശാഖയെക്കുറിച്ചും കർണാടക സംഗീത ശാഖയെക്കുറിച്ചും ഒക്കെ ഉള്ള വിവരങ്ങൾ കിട്ടുന്നത്. അപ്പോൾ കുടുമയാർ മലൈ ലിഖിതങ്ങളുടെ സമയത്ത് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് അതിനെ ഇന്ത്യൻ സംഗീതത്തിൻ്റെ ആദ്യത്തെ സ്വരരേഖ എന്ന നിലയ്ക്കാണ്. അതിനു മുമ്പൊരു സ്വരരേഖ നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ അതിൽ അപ്പുറം വ്യത്യാസമില്ലായിരുന്നു എന്നൊരർത്ഥം അതിനില്ല. പക്ഷേ അതിനെ ഇന്ത്യൻ മ്യൂസിക് എന്ന് വിശേഷിപ്പിക്കുകയെ നിലവിൽ നമുക്ക് വഴിയുള്ളൂ. രണ്ട് നിലയ്ക്ക് നമ്മൾ കുടുമയാർ മലൈ ലിഖിതങ്ങളെ പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന് ഒരു ചരിത്രകാരൻ്റെ ദൃഷ്ടിയിൽ, മറ്റൊന്നൊരു സംഗീതജ്ഞാന ഗവേഷകൻ്റെ ദൃഷ്ടിയിൽ. ചരിത്രകാരൻ്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾക്ക് മുമ്പ് സംഗീതശാസ്ത്രത്തെ മുൻനിർത്തിയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം സൂചിപ്പിക്കാം. അവിടെ നമ്മൾ കാണുന്നത് 7 ഉപവിഭാഗങ്ങളും അതിനകത്ത് 4 സ്വരങ്ങൾ വീതമുള്ള 16 സെറ്റുകളായിട്ടുള്ള നൊട്ടേഷനാണ്. അതിൻ്റെ ചിത്രം നോക്കിയാൽ നിങ്ങൾക്കത് കാണാം. ആ 16 സെറ്റുകൾ കാണാം. അത് 4 സ്വരങ്ങൾ വെച്ചിട്ടുള്ള സെറ്റുകളാണ്. മധ്യമഗ്രാമേ ചതുഷ്പ്രകാര സ്വരഗമ എന്നാണ് ആദ്യത്തെ ഭാഗം തുടങ്ങുന്നത്. മധ്യമഗ്രാമത്തിൽ ചതുഷ്പ്രകാരത്തിൽ സ്വര ആഗമം. പിന്നീട് ഷഡ്ജഗ്രാമേ ചതുഷ്പ്രകാരേ സ്വരാഗമം. ഷാദവേ ചതുഷ്പ്രകാരം സ്വരാഗമം. സാധാരിതേ ചതുഷ്പ്രകാരം സ്വരാഗമം. പഞ്ചമേ ചതുഷ്പ്രകാരം സ്വരാഗമ. കൈസിക ചതുഷ്പ്രകാരേ സ്വരാഗമ. അതായത് ഇന്ന് നമ്മൾ കേൾക്കുന്ന സപ്തസ്വരങ്ങളുടെ എല്ലാം
അടിസ്ഥാനപരമായ സാങ്കേതിക പദങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. മാത്രമല്ല ഈ കൈശികി നിഷാദം എന്ന വാക്ക്, കൈശികി മധ്യമേ കൈശികി ചതുഷ്പ്രകാരം എന്നാണ് അവസാനിക്കുന്നത്. കൈശികി നിഷാദം പിന്നീട് പരിണമിച്ചു വന്നൊരു സ്വരസ്ഥാനമാണ് അതുവരെയുള്ള കണ്ടെത്തലനുസരിച്ച്. പക്ഷേ കൈശികി നിഷാദം എന്ന പേരിൽ തന്നെ നമുക്ക് അവിടെ ഒരു പരാമർശവും കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഇതാരാണ്, ആർക്കു വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്, അതിനെ പറ്റിയിട്ടുള്ളൊരു പരാമർശം എൻ്റെ തുടക്കത്തിലുണ്ട്. രുദ്രാചാര്യ ശിഷ്യണേ പരമമഹേശ്വരേണ രാജ്യ ശിഷ്യ ഹിതാർത്ഥ കൃത സ്വരാഗമ. ഈ സ്വരാഗമം, ഈ സ്വരരേഖ രുദ്രാചാര്യൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി രചിക്കപ്പെട്ടിരിക്കുന്നതാണ്. ആരാണ് ഈ രുദ്രാചാര്യർ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. രുദ്രാചാര്യർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ജൈന ശൈവ സാഹിത്യങ്ങളിലൊക്കെ 7-ാം നൂറ്റാണ്ടിൽ പരാമർശിച്ചിരിക്കുന്ന കുറച്ച് പേരുകളുണ്ട്. രുദ്ര, രുദ്രക, രുദ്രഭട്ട, ഭട്ടരുദ്ര, രുദ്ര. ഇവയൊക്കെ വ്യത്യസ്തമായ ആളുകളാണെന്നും ചിലർ പറയും. ഇവയൊക്കെ ഒരാളുടെ പേരായിരുന്നു എന്നുണ്ട്. എന്തായാലും ഈ രുദ്ര എന്ന പേരിലൊരു പേര് നമ്മൾ ജൈന സാഹിത്യത്തിലും ശൈവ സാഹിത്യത്തിലും നമ്മൾ AD 7-ാം നൂറ്റാണ്ടിൽ കാണുന്നുണ്ട്. ഈ രുദ്രൻ എന്ന് പറയുന്ന ആൾക്ക് ദേവദാസികളുമായിട്ട് ബന്ധമുണ്ടായിരുന്നതായിട്ടും ഒരു സൂചനയുണ്ട്. അത് ജൈനർ ആ കാലത്ത് തന്നെ വളരെ മോശം സ്ത്രീകൾ എന്ന നിലയ്ക്ക് ഇവരെ വ്യവഹരിക്കുന്നുണ്ട്. അവരുമായിട്ടുള്ള ബന്ധം എന്നും കാണുന്നുണ്ട്. ദേവദാസികളുമായി ബന്ധമുണ്ടായിരുന്ന ഒരു രുദ്രൻ, അദ്ദേഹം രുദ്രാചാര്യരാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ സംഗീതത്തെക്കുറിച്ചിട്ടുള്ള ഒരു ബന്ധം ദേവദാസികളുമായിട്ടുള്ള ബന്ധവും കൂടിയാവുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ നിലയ്ക്ക് ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഡോക്ടർ C മീനാക്ഷിയാണ് സംഗീതത്തിൻ്റെ ആദ്യകാല അധികാരി രുദ്രനായിരുന്നു. അപ്പം അതുകൊണ്ട് രുദ്രാചാര്യ എന്നതുകൊണ്ട് ചിലപ്പോൾ രുദ്രൻ എന്ന നിലയ്ക്ക് ശിവനെ വിശേഷിപ്പിക്കുന്നു എന്ന നിലയ്ക്കുള്ളൊരു വാദം ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അത് രുദ്രാചാര്യ ശിഷ്യനെ എന്ന പരാമർശം അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതേ അല്ല. അതുകൊണ്ട് അത് വേണ്ടത്ര എടുത്തിട്ടില്ല. ഡോക്ടർ V പ്രേമലത ശർമ്മയാണ് അതിവിശദമായി ഈ കുടുമയാർമല ലിഖിതങ്ങളെ മുൻനിർത്തി പഠിച്ചിട്ടുള്ള ഒരാൾ. അപ്പോൾ ഡോക്ടർ പ്രേമലത പറയുന്നൊരു കാര്യം, ഈ പറഞ്ഞ മുഴുവൻ ശിലാലിഖിതങ്ങളും നമ്മൾ നോക്കിയാൽ അതൊക്കെ അന്നത്തെ അഭ്യാസ ഗാനങ്ങളാണ് എന്നാണ് അവർ പറയുന്നത്. അഭ്യാസ ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ കർണാടക സംഗീതത്തിൽ ആദ്യത്തെ സ്വരസ്ഥാനങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കുറേ അഭ്യാസ ഗാനങ്ങൾ പഠിക്കും, ഗീതങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കും. അത് അഭ്യാസ ഗാനങ്ങളാണ്. അരങ്ങിൽ അവതരിപ്പിക്കുന്നതിനൊക്കെ കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള ഗാനങ്ങളാണ്. അതാണെന്നാണ് ഡോക്ടർ പ്രേമലതയുടെ വളരെ പ്രധാനപ്പെട്ടൊരു വാദം. ഇതോടൊപ്പം ഒരു കാര്യം കൂടി കുടുമയാർമല ശിലാലിഖിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരിവാദിനി എന്നൊരു വാക്ക് നമ്മളവിടെ വളരെ കൃത്യമായി തന്നെ പ്രാചീന തമിഴിൽ എഴുതിയിരിക്കുന്നതായിട്ട് പരിവാദിനി എന്നൊരു വാക്ക് കാണാൻ പറ്റും. ഈ പരിവാദിനി എന്ന വാക്ക് തിരുമയ്യം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ശിലാലിഖിതങ്ങളിലും ഉണ്ട്. മലയക്കോവിൽ എന്ന് പറയുന്ന കുറച്ചുകൂടി അവിടെ നിന്ന് ദൂരം പോയാൽ കാണുന്ന ഒരു സ്ഥലത്ത് മലയക്കോവിലിനകത്തും ഈ പരിവാദിനി എന്നുള്ളത് കാണാൻ പറ്റും. പരിവാദിനി ഒരു വീണയാണ്. പരിവാദിനി ഒരു പ്രാചീന വീണയാണ് എന്ന് വെച്ചാൽ ഒരു തന്ത്രിവാദ്യമാണ്. 7 തന്ത്രിയോ 8 തന്ത്രിയോ ഉള്ള ഒരു തന്ത്രിവാദ്യമാണ് ഈ പരിവാദിനി. ഈ പരിവാദിനിക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സ്വരാഗമം, ഈ സ്വരരേഖ എഴുതപ്പെട്ടിട്ടുള്ളത്. പാടാനായിരിക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ പരിവാദിനി എന്ന ഈ യാഴ് വായിക്കാൻ വേണ്ടി അതിൻ്റെ സ്വരസ്ഥാനങ്ങളെ നിർവചിക്കുന്ന ഒരു സ്വരരേഖയാണ് നമ്മളവിടെ ഈ കൽവെട്ടിൽ കാണുന്നത് എന്നതാണ് നിലവിലുള്ള ചരിത്രകാരന്മാരുടെ അഭിപ്രായം. ഡോക്ടർ സാംബമൂർത്തിയാണ് ഇതിനെപ്പറ്റി വിശദമായി പഠിച്ച ഒരാൾ. സാംബമൂർത്തിയുടെ പുസ്തകത്തിൽ ഏതാണ്ടൊരു 16ഓളം പേജ് പൂർണ്ണമായും ഈ കുടുമയാർമല ലിഖിതങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് സപ്തതന്ത്രി വീണയാണ്, 7 തന്ത്രിയുള്ള വീണയാണ് ഈ പരിവാദിനി എന്നാണ്. ഹലേബീഡിലുള്ള ഒരു ശില്പത്തിലൊക്കെ കാണുന്ന 7 തന്ത്രിയുള്ള വീണയുണ്ട്, ഹലേബീഡ് ശില്പമാതൃകയുള്ളതാണ് എന്നാണ്. പക്ഷേ 7ഉം 8ഉം 7 8 എന്നുള്ളൊരു പരാമർശം ഈ ലിഖിതത്തിൽ തന്നെയുണ്ട്. 7 8 ഈ 7 8 എന്നുള്ള സൂചന എന്താണ്? അത് പരിവാദിനിലെ തന്ത്രിയെ കുറിക്കുന്നതാണോ അതോ സ്വരസ്ഥാനങ്ങളെ കുറിക്കുന്നതാണോ എന്ന് ഈ കുടുമയാർമല ലിഖിതത്തിൽ കാണുന്ന ഈ 7ഉം 8ഉം എന്താണ് എന്നത് ക്ലിയർ അല്ല. മേ ബി ചിലപ്പോൾ പരിവാദിനിലെ തന്ത്രി 2 തരത്തിലുണ്ടാവാം. 7 തന്ത്രിയുള്ള വീണയും അന്നുണ്ടാവാം, 8 തന്ത്രിയുള്ള വീണയും ഉണ്ടാവാം. മറ്റൊന്ന്, മഹേന്ദ്രവർമ്മൻ പല്ലവൻ എന്ന് പറയുന്ന 7-ാം നൂറ്റാണ്ട് 8-ാം കാലത്തുള്ള ഏറ്റവും പ്രാചീനനായ ഒരു പല്ലവ രാജാവ്. അപ്പം ഈ പല്ലവ രാജാവിന് വേണ്ടിയുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ലിഖിതം എന്നും, അഥവാ മഹേന്ദ്രവർമ്മനാണ് ഇതിൻ്റെ സ്രഷ്ടാവ് എന്ന നിലയ്ക്കും ഒരു വാദം ചരിത്രകാരന്മാർക്കിടയ്ക്ക് തന്നെ ഉണ്ട്.
ഇപ്പോൾ ജോ ഡിബ്രൂയിലാണ് ഈ പുരാതന രേഖകളെ പറ്റി പരിശോധിച്ച ഒരാൾ ആ കാലത്ത്. ജോ ഡിബ്രൂയിൽ തുടർന്ന് പുരാവസ്തു വകുപ്പിൻ്റെ അക്കാലത്തെ ജോയിൻറ്റ് ഡയറക്ടറായിരുന്ന TN രാമചന്ദ്രൻ, ഇവരെല്ലാവരും ശക്തമായി വാദിക്കുന്നത് മഹേന്ദ്രവർമ്മനാണ് യഥാർത്ഥത്തിൽ ഈ രേഖകളുടെ പിന്നിലുള്ള സ്രഷ്ടാവ് എന്നാണ്. മഹേന്ദ്രവർമ്മൻ ദ റോയൽ ആർട്ടിസ്റ്റ് എന്ന പേരിലൊരു ഒരു പുസ്തകം തന്നെ അവർ എഴുതിയിട്ടുണ്ട്. പക്ഷേ മഹേന്ദ്രവർമ്മൻ എന്ന രാജാവിലേക്ക് ഇത് പൂർണ്ണമായും പല്ലവ രാജാവിലേക്ക് ചേർക്കുന്നതിലുള്ള അബദ്ധങ്ങളെ പറ്റിയാണ് പിന്നീട് വരുന്ന മിക്കവാറും ചരിത്രകാരന്മാർ ചിന്തിച്ചിട്ടുള്ളത്. മഹേന്ദ്രവർമ്മൻ അനേകം അന്വേഷണങ്ങൾ നടത്തിയൊരു രാജാവാണ്. ആദ്യമായിട്ട് കേവുകളിൽ ശില്പങ്ങൾ കൊത്തുകയും കരിങ്കല്ലിൽ ശില്പങ്ങൾ കൊത്തുകയും ഒക്കെ ചെയ്യുന്ന രാജാവാണ്. പക്ഷേ സംഗീതത്തിൻ്റെ സ്വരരേഖ അദ്ദേഹം എഴുതുന്നു എന്ന് പറയുന്നത് അത്ര വിശ്വസനീയമാണോ എന്നതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ പിന്നീട് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല പഴയ ചരിത്ര കാര്യങ്ങളെല്ലാം രാജാവിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു പണിയായതുകൊണ്ട് അത്തരത്തിൽ വളരെ ലളിതമായൊരു റീഡിങ്ങിന് യഥാർത്ഥത്തിൽ കുടുമയാർമലൈ ലിഖിതങ്ങളെ കൂട്ടിക്കെട്ടേണ്ടതുണ്ടോ എന്നതും ഒരു ചോദ്യമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നൊട്ടേഷൻ്റെ ഇന്ത്യയുടെ ആദ്യത്തെ രേഖ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നാണ്, പുതുക്കോട്ടയ്ക്കടുത്തുള്ള കുടുമയാർമലയിൽ നിന്നാണ്. കുടുമയാർമലൈ ശിലാലിഖിതം എന്ന് പറയുന്നത് പോയി കാണേണ്ട ഒന്നാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാമാന്യന അധികം ആളുകളൊന്നുമില്ലാത്ത വളരെ ശാന്തമായൊരു സ്ഥലമാണ്. അകത്തേക്ക് കയറുന്ന വഴിക്ക് ആദ്യമേ നമ്മൾ ചരിത്രപരമായി ഓർക്കേണ്ടത് നിരവധി മുഖമണ്ഡപങ്ങൾ കടന്നാണ് നമ്മൾ ഈ അകത്തേക്ക് കയറുന്നത്. അതിൻ്റെ ആദ്യ മണ്ഡപം ഒക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് 17-ാം നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ടിലാണ്. ഒന്നടങ്കം അവിടെയുള്ള മുഴുവൻ നിർമ്മിതികളും 8-ാം നൂറ്റാണ്ടിലാണ് എന്ന് സങ്കല്പിക്കരുത്. നമ്മൾ ഈ പഴയ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം പോകുമ്പോൾ അതിലെ പല ഭാഗങ്ങളും പല ഘട്ടങ്ങളിലായിട്ട് നിർമ്മിക്കപ്പെട്ടവയാണ്. 17-18 നൂറ്റാണ്ടുകൾ നിർമ്മിക്കപ്പെട്ടവയാണ് അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ മുഴുവൻ. 8-9 നൂറ്റാണ്ടുകളിൽ എന്ന് നാം കണക്കാക്കപ്പെടുന്ന ഈ പ്രധാനപ്പെട്ട ലിഖിതങ്ങൾ അടങ്ങുന്ന ഭാഗങ്ങൾ പ്രത്യേകമായ ഭാഗങ്ങൾ മാത്രമാണ്. ആ ഭാഗങ്ങളെ പ്രത്യേകമായി പോയി കാണുക എന്ന് പറയുന്നത് സംഗീതശാസ്ത്ര വിദ്യാർത്ഥികൾക്കും പാട്ടുകാരായ ചരിത്രമറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അതോടൊപ്പം ചരിത്രകാരന്മാർക്കും ഒക്കെ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. അവിടെ പോവുകയും ആ മ്യൂസിക് നൊട്ടേഷൻ കാണുകയും ചെയ്യുമ്പോൾ ഈ നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിൻ്റെ പിന്തിരയിൽ നിന്ന് നമ്മുടെ സംഗീതം കടന്നു വന്നൊരു വഴിയെക്കുറിച്ചിട്ടുള്ളൊരു അത്ഭുതം നമുക്ക് തീർച്ചയായിട്ടും തോന്നും. ഭയങ്കര ഷെയ്ഡ്, ഇരുട്ട് നിറഞ്ഞ അകത്തുകൂടെ കടന്നുകൊണ്ട് വേണം അതിനകത്തുള്ള അനേകം ലിഖിതങ്ങളിലേക്ക് നമുക്ക് തൂണുകളിലെ ലിഖിതങ്ങളിലേക്ക് ഒക്കെ നമുക്ക് സഞ്ചരിക്കാൻ. വളരെ വ്യത്യസ്തമായൊരു സ്ഥലമാണ് കുടുമയാർമല. അതുകൊണ്ട് ഈ ലിഖിതങ്ങളെ ആഴത്തിൽ പരിചയപ്പെടാൻ നേരിട്ട് കുടുമയാർമല സന്ദർശിക്കുക എന്ന് മാത്രമേ എനിക്ക് ഈ കാര്യത്തിൽ അവസാനമായി പറയാനുള്ളൂ.